ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിൻ്റെ എപ്പിസോഡ് 5 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 5. ഹീറോ അനദർ വേൾഡിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് സോൾജർ പറഞ്ഞതായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. യൂയ, നീ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഡാർക്കസ്റ്റ് റീജിയൻ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സൊക്കെ താമസിക്കുന്നത്. അവയെ നിനക്ക് എളുപ്പം ഡിഫീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ മോൺസ്റ്റേഴ്സൊക്കെ ഒരു കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ അവയ്ക്കൊരു നഗരത്തെ തന്നെ നശിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ഈ വീടിൻ്റെ ഓണറായിരുന്ന ആ സേജ് എന്തുകൊണ്ടാണ് താമസിക്കാൻ വേണ്ടി ഈ സ്ഥലം തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞ് വേട്ടയ്ക്ക് വേണ്ടി പോകുന്നുണ്ടാവും. അങ്ങനെ ചില മോൺസ്റ്റേഴ്സിനൊക്കെ കൊന്ന ശേഷം ഈ സ്ഥലം ഓവൻ പറഞ്ഞത്ര മോശമൊന്നുമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഹീറോയും നോക്കുന്ന സമയത്ത് അറ്റാക്ക് ലെവൽ 20,000 മോൺസ്റ്റർ ഒരു വൂൾഫിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. എനിക്ക് ആ വൂൾഫിനെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് എനിക്ക് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാൽ എൻ്റെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ മൃഗത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനും അത് തന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ മോൺസ്റ്ററിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവൻ്റെ കയ്യിലുള്ള സ്പിയർ വലിച്ചെറിയുന്ന സമയത്ത് ആ അറ്റാക്കിൽ തന്നെ ആ മോൺസ്റ്ററും വാനിഷ് ആവുന്നുണ്ടാവും. ഞാൻ ധൈര്യം സംഭരിച്ച് വന്നൊക്കെ വെറുതെ ആയി. വെറും ഒരറ്റാക്കിൽ തന്നെ ആ മോൺസ്റ്റർ വാനിഷ് ആയിപ്പോയി. ഇതേപോലെയാണ് ഞാൻ ലെവൽ 1 ആയിരിക്കുമ്പോഴും സംഭവിച്ചത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസൊക്കെ എങ്ങനെ ആ സേജിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വൂൾഫും അപ്കോൺഷ്യസ് ആവുന്നുണ്ടാവും. ഹീറോ കയ്യിലുള്ള മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആ വൂൾഫും റിക്കവർ ആവുമ്പോൾ നിന്റെ പാരൻസൊക്കെ അവിടെ, നീ വഴി തെറ്റി വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വൂൾഫും ഹീറോ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ എന്ന് തലയാട്ടുന്നുണ്ടാവും. അപ്പോൾ നിന്റെ ഫാമിലിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ആ വൂൾഫും സാഡാവുമ്പോൾ ഹീറോയും അവർ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം എന്ന് പറയുമ്പോൾ ആ വൂൾഫും ഹാപ്പി ആവുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോയ്ക്ക് മൃഗങ്ങളെ ഫ്രണ്ട്സ് ആക്കാനുള്ള ഒരു സ്കില്ല് അൺലോക്ക് ആവുന്നുണ്ടാവും. ഹീറോയും വൂൾഫിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ലെവൽ 500 ഒരു പവർഫുൾ മോൺസ്റ്ററാണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ശരി, നമ്മളിപ്പോൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് ഞാൻ നിനക്ക് നൈറ്റ് എന്ന് പേര് വെക്കാം എന്ന് പറഞ്ഞ് ആ വൂൾഫുമായി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഒരുപാട് ഡ്രോപ്പ് ഐറ്റംസ് കിട്ടുന്നുണ്ടാവും. ഹീറോയും അതിലുള്ളൊരു ചീർപ്പെടുത്ത് ആ വൂൾഫിൻ്റെ മുടിയൊക്കെ ചീകി കൊടുക്കുന്ന സമയത്ത് അവൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലെ ഹീറോൻ്റെ ലെവൽ 235 ഒട്ടും ഇൻക്രീസ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ വൂൾഫുമായി ഹീറോ റിയൽ വേൾഡിലേക്കും വരുന്നുണ്ടാവും. നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനൊരു പെറ്റിനെ വളർത്തുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും പെറ്റ് ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൈഡി അവൻ്റെ അടുത്ത് ആ പെറ്റിൻ്റെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് ക്ലോസ് ആയി ചോദിക്കുന്ന സമയത്ത് ഹീറോയും ബ്ലഷ് ആവുന്ന കണ്ടിട്ട് സോറി എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ എൻ്റെ അടുത്ത് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവരും ഷോക്കായിട്ട് ഇക്കാലത്ത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ, നിനക്ക് ഫോണില്ലാത്തത് ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും എനിക്കിതുവരെ ഫോണിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ് വാങ്ങാൻ എന്ന് പറയുന്നുണ്ടാവും. റിയോയും ഷിങ്കോയും ആണെങ്കിൽ നമ്മുടെ അക്കാഡമീൻ്റെ അടുത്ത് തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്, അത് മൃഗാശുപത്രിയും കൂടി ആയതുകൊണ്ട് നിനക്ക് പെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഹീറോയും അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കൂൾ വിട്ടിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരും സോറി, ഇന്ന് ഞങ്ങൾ കുറച്ച് ബിസിയാണ് എന്ന് പറയുന്നുണ്ടാവും.
എന്നാൽ കൈഡി ആണെങ്കിൽ എനിക്കിന്ന് ക്ലബ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറയുമ്പോൾ ഹീറോയും താങ്ക്സ് പറയുന്ന സമയത്ത് കൈഡി അവളെ മനസ്സിൽ ഇത് ശരിക്കൊരു ഡേറ്റിംഗ് പോലെയാണ് എന്ന് ചിന്തിച്ച് ഹാപ്പി ആവുന്നുണ്ടാവും. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് നൈറ്റിൻ്റെ അടുത്ത് നിന്നെ തനിച്ചാക്കിയതിൽ ക്ഷമിക്കണം. എനിക്ക് സ്കൂളിൽ പോവാതെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് നീ ഇത് ശീലിച്ചേ പറ്റൂ. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചേ എന്ന് പറഞ്ഞ് അതിലുള്ളൊരു കോളർ നൈറ്റിന് ഇട്ട് കൊടുത്തിട്ട് അവനുമായി വാക്കിങ്ങിന് പോകുന്നുണ്ടാവും. അവിടെയുള്ള ആൾക്കാരൊക്കെ ഹീറോനെയും നൈറ്റിനെയും കണ്ടിട്ട് ഏതാണ് ഈ ഹാൻസമായ പയ്യൻ, അവൻ്റെ പെറ്റിനെ നോക്ക്, അതെന്തൊരു ക്യൂട്ടാ എന്ന് പറയുന്നുണ്ടാവും. കയോരിയും ഹീറോനെ കണ്ടിട്ട് കൂടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഇതാണ് നൈറ്റ്, എൻ്റെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവളും നീ എന്തൊരു ക്യൂട്ടാ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കുന്നുണ്ടാവും. അത് കാണുന്ന ആൾക്കാരൊക്കെ ഈ ഹാൻസമായ പയ്യന് ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ടും ഉണ്ടോ എന്ന് പറഞ്ഞ് അസൂയയോടെ നോക്കുന്നുണ്ടാവും. കയോരി ഹീറോൻ്റെ അടുത്ത് ഇതേതാ ബ്രീഡ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും എനിക്കറിയില്ല, ഞാൻ അവനൊരു സ്ഥലത്തുനിന്ന് കണ്ടെത്തിയതാണ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും നിന്റെ കൂടെയുള്ള ഈ പുതിയ ലൈഫ് അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് വളരെ സ്മാർട്ടാണ്, എന്തോ ഞാൻ പറയുന്നതൊക്കെ അവന് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹീറോയും ചിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് മിയു അങ്ങോട്ട് വരുമ്പോൾ ഹീറോയും സർപ്രൈസ് ആയിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഈ പാർക്കിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, ഈ ടൈമിൽ ഞാൻ എപ്പോഴും വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ കയോരിയാണെങ്കിൽ ഇതൊരു മോഡലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അതെ, എനിക്ക് മിയുവുമായി ഒരു ആഡ് ഷൂട്ടിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ബൈ ദ ബൈ, ഇത് കയോരി, പിന്നെ ഇത് നൈറ്റ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മിയും അവരടുത്ത് നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നുണ്ടാവും. അത് കാണുന്ന ആൾക്കാരൊക്കെ ഈ പയ്യന് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മിയുവിനെ വരെ പരിചയമുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും അസൂയയോടെ നോക്കുന്നുണ്ടാവും. മിയു ഹീറോൻ്റെ അടുത്ത് നീ ഇനിയും വാക്കിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഉറപ്പായിട്ടും എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം, ഇപ്പോൾ ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും. കയോരി ഹീറോൻ്റെ അടുത്ത് നീ മിയുവുമായി ഔട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അങ്ങനൊന്നുമില്ല, ഞാനും അവളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അവൾക്ക് പറ്റിയ ജോഡിയൊന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് കയോരിയും പൊസസീവായിട്ട് നീയും ഹാൻസമാണ് എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് ഒരു കള്ളൻ ഒരു മുത്തശ്ശീൻ്റെ ബാഗും മോഷ്ടിച്ച് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നിൽക്കുമ്പോൾ ഹീറോയും നൈറ്റിൻ്റെ അടുത്ത് അവനെ പോയി പിടിക്കാൻ പറഞ്ഞിട്ട് ആ മുത്തശ്ശീൻ്റെ അടുത്ത് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവരും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ബാഗ് എന്ന് പറയുന്ന സമയത്ത് നൈറ്റും ആ കള്ളനെ വലിച്ചയച്ച് അങ്ങോട്ട് വരുന്നുണ്ടാവും. ഹീറോ കയോരീൻ്റെ അടുത്ത് നീ പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ കയോരിയും ഫോൺ എടുക്കുന്ന സമയത്ത് ആ കള്ളൻ അവളെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹീറോയും അവളെ രക്ഷിക്കുന്നുണ്ടാവും. ഹീറോൻ്റെ ധൈര്യം കണ്ടിട്ട് എല്ലാവരും കൈയടിക്കുന്ന സമയത്ത് കയോരിയാണെങ്കിൽ യൂയ നീ ഓക്കെ അല്ലേ, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച് വറീഡായിപ്പോയി, എനിവേ എന്നെ വീണ്ടും രക്ഷിച്ചതിന് വളരെ താങ്ക്സ് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ പോലീസുകാർ വരുന്ന സമയത്ത് ആ കള്ളനെ ഹീറോ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോയും നൈറ്റും ചേർന്ന് അനദർ വേൾഡിലെ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഹീറോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ക്രിസ്റ്റൽ ഡിയറിനെ കണ്ടിട്ട് വണ്ണ സ്കില്ല് യൂസ് ചെയ്ത് ഇൻവിസിബിൾ ആയ ശേഷം ആ മോൺസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കിങ് ഓർക്കിനേക്കാൾ പവർഫുൾ ആയിരിക്കും. കൂടാതെ അതിൻ്റെ മാജിക്കൽ ലെവൽ വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ആ മോൺസ്റ്റർ മാജിക്കൽ അറ്റാക്സ് യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഡിയർ ആണെങ്കിൽ വണ്ണ സ്കില്ലും മറികടന്ന് ഹീറോനെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അവനും അത് കണ്ട് ഷോക്കായിട്ട് ഇനി എനിക്ക് സർപ്രൈസ് അറ്റാക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല,
നൈറ്റ് നീ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റും ആ മോൺസ്റ്ററിന്റെ കൊമ്പിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ മോൺസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പിലെ ഫയർ മാജിക്കും മറ്റേ കൊമ്പിലെ ഐസ് മാജിക്കും വെച്ച് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഹീറോയും അത് നോട്ടീസ് ചെയ്തിട്ട് ഇനി നമ്മൾ സ്പ്ലിറ്റായി അറ്റാക്ക് ചെയ്താൽ മാത്രമേ ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നൈറ്റ് നീ എനിക്ക് വേണ്ടി ഒരു ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നൈറ്റും അവൻ്റെ സ്പീഡ് യൂസ് ചെയ്ത് ആ മോൺസ്റ്ററിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് കൈത്തി തന്നെ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഹീറോയും ആ അവസരം മുതലെടുത്ത് ആ മോൺസ്റ്ററിനെ കൊല്ലുന്നുണ്ടാവും. അവൻ ഡ്രോപ്പ് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ക്യൂബ് കണ്ടിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാത്ത് ടബാണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഹീറോ ഹിനോക്കി ബാത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാത്ത് ടബും പ്രത്യക്ഷപ്പെടുന്നുണ്ടാവും. ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ കുളിക്കണം എന്നുണ്ട്, പക്ഷേ ഈ സ്ഥലം വളരെ ഡേഞ്ചറസ് ആണ്. നൈറ്റ് അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവരത് ഓപ്പൺ ചെയ്ത് കുളിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം ഹീറോയും നൈറ്റും ചേർന്ന് കാണാൻ മുള്ളംപന്നീനെ പോലുള്ള ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോൺസ്റ്റർ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവൻ മനസ്സിലാണെങ്കിൽ നമ്മുടെ ഓപ്പോണന്റ് വളരെ ഫാസ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ മോൺസ്റ്ററും അങ്ങോട്ട് വരുമ്പോൾ അവർ രണ്ടുപേരും മാറുന്നുണ്ടാവും. അങ്ങനെ ആ മോൺസ്റ്റർ ഒരു സ്ഥലത്ത് ലോക്കാവുന്ന സമയത്ത് ഹീറോയും അതിനെ കൊല്ലുന്നുണ്ടാവും. അവൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹീറോന്റെ ലെവൽ ഇൻക്രീസ് ആയതോടൊപ്പം പുതിയ സ്കിൽസും ലഭിക്കുന്നുണ്ടാവും. നൈറ്റിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ ലെവലും ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഹീറോ മറുവശത്ത് എന്താണെന്നറിയാൻ വേണ്ടി പാറ തകർക്കുന്ന സമയത്ത് ഒരു ഗുഹ കാണാൻ പറ്റുന്നുണ്ടാവും. അവർ രണ്ടുപേരും ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് തീപ്പന്തങ്ങളൊക്കെ പ്രകാശിക്കുന്നുണ്ടാവും. നൈറ്റ് അവിടെ ഒരു ശവശരീരം കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഹീറോയും അവൻ്റെ കൂടെ ചെല്ലുമ്പോൾ ആ സേജിൻ്റെ പുസ്തകം കണ്ടിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് ആകെ ഷോക്കാവുന്നുണ്ടാവും. ലെക്സിയനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ അസാസിൻ എനിക്ക് വേണ്ടി നിങ്ങളൊരാളെ കൊല്ലണം എന്ന് പറയുമ്പോൾ ആ മാസ്ക് ഇട്ട വ്യക്തിയും അതിനൊരുപാട് പണം ചിലവഴിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.